പുഷ്പങ്ങൾ വിടരാം ജയ ഭാരത് മാതാ ജയ 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 ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം ഒരു സൂര്യനായി നഗത്തിനും ഉണരുന്നു ഭാരതം സമസ്ത സുഖിനോ ഭവന്തു പാടുമെൻ ഭാരതം ശാന്തിതൻ സ്നേഹതീരമായി പുണ്യ ഭാരതം ലോക സമസ്ത സുഖിനോ ഭവന്തു പാടുമെൻ ഭാരതം ശാന്തിതൻ സ്നേഹതീരമായി പുണ്യ ഭാരതം ഉയരങ്ങളിലുയരുന്നിതാ ത്രിവർണ്ണ പതാകകൾ നിറമാന സ്നേഹത്തിൻ നിറമാല ചാകിട. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും കൃത്യമായ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എങ്കിലും കുറച്ചുകാലം ദീർഘകാലം നമുക്ക് ഒരു സ്വന്തമായി ഭരണഘടന ഉണ്ടാക്കാനുള്ള ഒരു ദീർഘകാല കാത്തിരിപ്പ് ആവശ്യമായി വന്നു. 1950 ജനുവരി 26 ഇന്ത്യ ഒരു പരമോന്നത റിപ്പബ്ലിക്കായിട്ട് മാറിയത്. ഒരുപാട് ശിഥില ശക്തികൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിവരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന അവസര സമത്വം, ലിംഗനീതി മുതലായ പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഇന്ന് ഭരണഘടനാ ആമുഖത്തിന്റെ അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഭരണഘടനയുടെ മഹത്വം നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഓരോരോ രാജ്യത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ പ്രയാസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രയാസവും പ്രതിസന്ധിയുമൊന്നും തരണം ചെയ്യാൻ ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മൾ നിരന്തരം ഓരോ ദിവസവും പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഗസയിലൊക്കെ നടക്കുന്ന അതിദാരുണമായ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും വേദനിപ്പിക്കും. പിഞ്ചു കുട്ടികളെ പോലും അതുപോലെ ചെയ്യുന്ന കിരാതമായ ഒരു നടപടിയിലേക്കാണ് രാഷ്ട്രങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മളെ ഓരോ രക്തത്തുള്ളി ചെയ്യാൻ പോലും അനുവദിക്കാതെ നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് പിന്നാലെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന തയ്യാറാക്കി. റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ്. നമ്മുടെ ഈ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് സ്കൂളിന്റെ പേരിൽ. ഈ പരിപാടിയുടെ പ്രധാനമായിട്ടുള്ള ദേശീയ ഗാനം